മുംബൈയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടന റാലി നടക്കും. ഇന്ന് വൈകിട്ട് 5 മണിയോടെ ശിവാജി പാർക്കിലാണ് റാലി അരങ്ങേറുക. മഹാവികാസ് അഘാടി സഖ്യത്തിലെ സീറ്റ് ചർച്ചകൾ 2 ദിവസങ്ങൾക്കകം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ഏറ്റവും ചടുലമായ നീക്കമെന്ന് മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മുംബൈ ബ്യൂറോയുടെ മേധാവി ശ്രീനാഥ് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ശ്രീനാഥ്, ഗുഡ് മോർണിംഗ്. പറയൂ ശ്രീനാഥ്, വിവരങ്ങൾ. മുംബൈയിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചോടെ അരങ്ങും അണിയറയും ഒക്കെ തന്നെ സജീവമായി കഴിഞ്ഞു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇന്ത്യ മുന്നണിയിൽ നടക്കുന്ന തർക്കങ്ങൾക്ക് ഇന്നെങ്കിലും പരിഹാരമുണ്ടാകുമെന്നാണോ പ്രതീക്ഷ? വിവരങ്ങൾ പറയൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഫ്രം മുംബൈ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പ്രത്യേകതയുള്ള ചരിത്ര പ്രാധാന്യമുള്ള നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട, ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലത്താണ്. മഹാത്മാഗാന്ധി മുംബൈയിൽ വരുമ്പോൾ താമസിച്ചിട്ടുള്ള മണിഭവൻ. ഈ മണിഭവൻ്റെ മുന്നിൽ നിന്ന് ഇന്ന് രാവിലെ 8 മണിയോടെ രാഹുൽ ഗാന്ധി ഒരു പദയാത്ര നടത്തുന്നുണ്ട്. സങ്കല്പ് പദയാത്ര എന്ന പേരിൽ മണിഭവനിൽ നിന്ന് തുടങ്ങി ഓഗസ്റ്റ് ക്രാന്തി മൈതാനം വരെയാണ് ഈ റാലി. പൗരപ്രമുഖരും ഒപ്പം പാർട്ടി പ്രവർത്തകരും ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഈ പദയാത്രയിൽ അണിനിരക്കുകയും ചെയ്യും. ഓഗസ്റ്റ് ക്രാന്തി മൈതാനം നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ പ്രഖ്യാപനം നടത്തിയിട്ടുള്ള വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരിടമാണ്. അവിടുത്തെ സ്മാരകത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചതിന് ശേഷം പിന്നീട് 9:30 ഈ പല മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള പ്രശസ്തരായ ആളുകളെ വിളിച്ചുകൂട്ടി ഒരു മുഹബത്ത് ക ചായ് എന്ന് വെച്ചാൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു ചായ എന്ന പേരിൽ ഒരു പ്രഭാത ഭക്ഷണം കൂടി രാഹുൽ ഗാന്ധി ഇന്ന് കഴിക്കുന്നുണ്ട്. അതാണ് രാവിലത്തെ കോൺഗ്രസിൻ്റെ ചടങ്ങുകൾ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വൈകിട്ടോടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു മഹാറാലി ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള എല്ലാ നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട്. DMKയുടെ MK സ്റ്റാലിൻ വരുന്നു, SP-യിൽ നിന്ന് അഖിലേഷ് യാദവ്, RJDയിൽ നിന്ന് തേജസ്വി യാദവ്, അങ്ങനെ പ്രശസ്തരായ അല്ലെങ്കിൽ പ്രമുഖരായ മുന്നണിയിലെ എല്ലാ നേതാക്കളെയും എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇടതു പാർട്ടികളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. CPI ഏതായാലും പങ്കെടുക്കുമെന്നതാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. CPM-ൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. അവർക്ക് ക്ഷണമുണ്ട്, പക്ഷേ അവർ പങ്കെടുക്കുമോ എന്നുള്ളത് കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് ഒരുപക്ഷെ അവർ പങ്കെടുക്കാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ അലയൻസിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അവരുടെ ഒരു ശക്തി പ്രകടനത്തിൻ്റെ ഒരു വേദിയായി മുംബൈയിലെ ശിവാജി പാർക്ക് ഇന്ന് വൈകിട്ട് മാറാൻ പോകുന്നു. ഏതാണ്ട് 4-5 മണിക്കൂർ നേരത്തേക്ക് മുംബൈയിൽ ഒരു ശക്തി പ്രകടന റാലി കാണാൻ വേണ്ടി കഴിയും. ഏതായാലും തത്സമയം അവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ തരാനുമാകും. എസ് കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. മുംബൈ മലയാളികളെ ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ്റെ നേതൃത്വമുള്ള ഒരു വാർത്താ സംഘം മുംബൈയിലുണ്ട്. നമ്മൾ മുംബൈ ബ്യൂറോ തുറന്നിട്ടുണ്ട്.